ഹായ് ഹലോ നമ്മളിന്ന് മണി കെട്ടുന്ന കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലാണ് ചവറ കഴിഞ്ഞുള്ള അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത് പണ്ട് എങ്ങാണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്തവണ ശ്രീയേട്ടൻ വന്നപ്പോൾ എന്തായാലും ആഗ്രഹം അങ്ങ് സബലീകരിച്ചു ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയൊക്കെ ജങ്കാറിൽ കയറിയാണ് നമ്മൾ പോകുന്നത് ആദ്യം ഒന്ന് പേടിയാവും നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേനും അപ്പോൾ ജങ്കാറിൽ കയറാനും നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചും ദൂരം നടന്നല്ലേ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം മണലൊന്നും വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു രാവിലെ പോയതുകൊണ്ട് ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും മണലെല്ലാം നല്ല ചൂടായി അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കയറി തൊഴുത് ഇറങ്ങിയപ്പോഴത്തേനും 10 മണി കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേനും നല്ല വിശപ്പായി അങ്ങനെ അവിടെ തന്നെ ഉള്ളൊരു കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ലതായിട്ട് ലേറ്റാവും പിള്ളേരൊക്കെ വിശന്ന് പൊരിഞ്ഞു ഈ ബാലുവിൻ്റെ മുടിയാണെങ്കിൽ വെട്ടിയെ പിന്നെ കെട്ടി വെക്കാൻ അടങ്ങിയിരിക്കുന്നേ ഇല്ല അനുസരണമില്ലാത്ത മുടി അതിനെ പിന്നെ എങ്ങനെയെങ്കിലും കെട്ടി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഉണ്ടായിരുന്നത് ദോശയും ചമ്മന്തിയും സാമ്പാറും അങ്ങനെയൊക്കെ ഉള്ളൂ വലിയ കുറേ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ കുഞ്ഞ് തട്ടുകട കണക്കാണ് അപ്പോൾ എന്തായാലും ഉള്ളത് നമുക്ക് ടേസ്റ്റി ആയിട്ട് നമ്മൾ നല്ലതായിരുന്നു പിന്നെ നിറയെ കടകളുണ്ട് അവിടെ അപ്പോൾ അതെല്ലാം നടന്ന് ഞാൻ കണ്ടു ഞാൻ പോകുന്നത് ബാഗിൻ്റെ അടുത്തും കമ്മലിൻ്റെ ഒക്കെ അടുത്തുമാണ് പക്ഷേ കമ്മലൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞു ബാഗിൽ കൊള്ളുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു ക്ലോത്ത് ബാഗ് കണക്കത്തെ സാധനം വാങ്ങി 100 രൂപയുള്ള കേട്ടോ ഈ ബാഗ് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി ഞാൻ ആദ്യം എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരെണ്ണം എനിക്ക് കണ്ടേ ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അത് തന്നെ ഞാൻ എടുത്തൊരു ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത് അപ്പോൾ അതിൽ സാധനങ്ങളെല്ലാം ഇറക്കി വിട്ട് ഞങ്ങൾ ചടപ്പടയിൽ നിന്ന് പോവുകയാണേ അപ്പോൾ തിരിച്ച് പോകുന്നപ്പോഴത്തേനും എല്ലാ വർഷവും ശ്രീയേട്ടനിൽ ലോട്ടറി എടുക്കുന്ന പതിവാണ് അപ്പോൾ എന്തായാലും ദേവിയുടെ മുമ്പിൽ നിന്ന് തന്നെ ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു 2 ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം അടിച്ചൊന്നുമില്ല കേട്ടോ ചുമ്മാതെ എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോൾ ഓരോ ലോട്ടറി എടുക്കും അങ്ങനെ തിരിച്ചങ്ങ് പോകാൻ നേരത്ത് ജങ്കാർ അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പേടി അങ്ങനെ ഞാൻ ചാടിക്കൽ ശ്രീയേട്ടനെ പിടിച്ചു കുറച്ച് നേരം ഒന്ന് പേടിയാവും പിന്നെ അങ്ങ് ഓക്കെ ആവും കേട്ടോ അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം